ഞങ്ങളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഭൂമിയിലുള്ള അനേക ദൈവദാസി ദാസന്മാർക്ക് ഒന്നിച്ച് കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്ന കാലയളവിൽ നമ്മൾക്ക് ഇങ്ങനെ ഓൺലൈനിലെങ്കിലും കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം വകയൊരുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Greetings to all. I'm glad you're able to join us this morning. ഇന്ന് പകൽക്കാലം ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ പ്രധാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വേദഭാഗം ഞാൻ വായിക്കുന്നു. അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനെ യേശു, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലനെ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ അതിൻ്റെ 17-ാം വാക്യമാണ്, ഞാൻ 16-ഉം 17-ഉം വാക്യമാണ് ഇന്ന് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവനെ അവൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. For today's meditation, we're going to focus on Matthew chapter 17, verses 14 through 20. But as a theme of my message, I would like to focus on verse 16, where it says, I brought him to your disciples, but they were not able to heal him. ഇതാണ് അതിൻ്റെ സന്ദർഭം. കർത്താവായ യേശു ക്രിസ്തു മരുഭൂമലയിലായിരിക്കുമ്പോൾ ബാക്കി 9 ശിഷ്യന്മാർ താഴ്വരയിലായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ ഒരു രോഗിയെയും കൊണ്ട് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. The circumstances around the story is that when Jesus was up on the mountains, there were 9 disciples away from him, and people brought him a sick boy, and they were unable to heal him. അവരെ ഈ രോഗിയായ ഭൂതം ബാധിച്ച മകനു വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ സൗഖ്യം കൊടുത്തില്ല. അങ്ങനെ അവരെ നിരാശരായി നിൽക്കുകയാണ് ചെയ്തത്. The disciples prayed for this possessed and this sick child, but they were unable to heal him. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഇന്നത്തെ സഭയുടെ ചിന്താഗതി അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. When I was thinking about it, I was reminded that the churches today, they're under the same situation. ലോകം മുഴുവൻ COVID-19 ഉണ്ടായപ്പോൾ, അതായത് കൊറോണ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നാം നിത്യമായി എല്ലാ സമയത്തും ഏതു നേരത്തും കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. The whole world is suffered from the pandemic COVID, and we are continually steadfast in prayer. പക്ഷേ നമ്മൾക്ക് ഒരു ഉത്തരം നമ്മൾക്കോ ലോകത്തിനോ കൊടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. However, we are unable to give an answer to ourselves and those around us. ഇവിടെ 9 ശിഷ്യന്മാർ ഈ ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ ആവുന്നത് പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്തു കാണും. പക്ഷേ അവന് സൗഖ്യം വന്നില്ല എന്ന് അവന്റെ പിതാവ് യേശുവിനോട് കംപ്ലൈന്റ് ചെയ്യുകയാണ്. Here we have 9 disciples who are praying, did everything they can to heal the sick child, but the father of the child says to Jesus that the disciples were unable to do so. ഉടനെ യേശു അതിന് മറുപടി പറയുന്ന കാര്യം 17-ാം വാക്യത്തിലുണ്ട്. അവരോട് യേശു പറഞ്ഞു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. And in Jesus 17, Jesus responds, you unbelieving and perverse generation. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? How long shall I stay with you? എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും? How long shall I put up with you? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. Bring the boy to me. That's how Jesus responded. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മറുഭാഗത്ത് മലയിൽ വളരെ തേജസ്സുള്ളവനായി ശക്തിയോട് പ്രഭാവമുള്ളവനായി വെളിപ്പെടുകയാണ്. Jesus on the other side of the mountain in his majesty is appearing before everyone. അവിടെ സ്വർഗം തുറക്കുകയും ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായി മോശയും ഏലിയാവും അവിടെ സംസാരിക്കാൻ ഇറങ്ങി വരികയും ചെയ്തു. There the heavens opened up, and as a representative of God,
Elijah and Moses came on behalf and represented him. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. At that time, there was a voice from heaven that says, "He is my son, give your ear to him." ഇവിടെ ശിഷ്യന്മാര് ഈ രോഗിയെ സൗഖ്യമാക്കുവാൻ നോക്കുമ്പോൾ മലയിൽ വലിയ അനുഗ്രഹമാണ്. While the disciples were attempting to heal this child, there's a lot of miracles happening up on the mountains. അവിടെ കർത്താവും തന്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. There is Jesus and 3 of his dear disciples. അവിടെ വലിയ ഉണർവുണ്ടാകുന്നതിന്റെ കാരണം കർത്താവ് അവിടെ ഉണ്ട്. അവര് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. There were deliverance there because the disciples were praying with Jesus and with them. യേശു അവരെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഈ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. Jesus took them up to the mountains to teach them how to pray. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശുവിന് ഈ രൂപഭേദം ഉണ്ടായത്. While they were praying, that is when Jesus transformed. അവിടെ വലിയ അത്ഭുതമാണ്, അടയാളമാണ്, ദൈവശബ്ദമാണ്, ദൈവത്തിന്റെ വിസിറ്റേഴ്സ് അവിടെ കടന്നു വന്നിട്ടുണ്ട്. There were great miracles, wonders of God, and a lot of great things happen up on the mountain. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാഞ്ഞിട്ടല്ല, അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. It is not because the power of God is not being displayed. It is happening on another side of the mountain. ദൈവം സംസാരിക്കാഞ്ഞിട്ടോ ദൈവത്തിന്റെ മഹത്വം കാണാതിരിക്കുകയോ ചെയ്യാഞ്ഞിട്ടല്ല, പിന്നെയോ അവിടെ വളരെ അനുഗ്രഹം നടക്കുമ്പോൾ ഇവിടെ നിരാശയും ദുഃഖവും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമില്ലാത്ത മറു സൈഡുമാണ് കാണുന്നത്. On one side, God is working, His majesty is revealed, but on the other side, you see that the work is not being done by the disciples. അതുപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വവും അവന്റെ വല്ലഭത്വവും ലോകത്തിൽ ഒരു സ്ഥലത്ത് വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ മറു സൈഡിൽ ദൈവശക്തി വെളിപ്പെടാതെ ഇരിക്കുകയാണ്. Likewise, we see in today's world that on one side you see great miracles and wonders performed by God. On the other side, you don't see miracles and wonders performed. അവിടെ പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ശ്രമത്തിന് കുറവില്ല, എല്ലാം മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. There's no lack of prayer or lack of act on their behalf. ഈ കർത്താവായ യേശുക്രിസ്തു ഇവരെ കൂട്ടിക്കൊണ്ട് മലയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിപ്പോയി എന്നാണ് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. In Luke, it says that when Jesus took them up on the mountains to pray, those who were around him fell asleep. ഏറ്റവും ഉത്സാഹികളായ ശിഷ്യന്മാരെയാണ് പലപ്പോഴും യേശു തന്റെ കൂടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ഈ 3 പേർ. The one that Jesus, the 3 disciples that Jesus took up with him were the very determined ones. അവിടെ Those around him. രണ്ട് ഭാഗങ്ങളിലും യേശു പ്രാർത്ഥിച്ചപ്പോൾ ഇവർ ഉറങ്ങുകയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. At 2 different occasions when Jesus was praying, the scripture says that these disciples fell asleep. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യന്മാർ യേശു പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? If these determined disciples were sleeping when Jesus was praying, should be bothered thinking about the rest? ബാക്കിയുള്ളവരെ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് യേശു താഴെ അവരോട് സംസാരിക്കുന്നത്. Jesus is talking to the disciples in verse 17 as if they're not praying. കർത്താവ് ഒരു കാലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ, യോഹന്നാൻ സ്നാപകൻ പ്രാർത്ഥന പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് യേശുവിനോട് യാചിച്ചു. Once upon a time when Jesus was praying, the disciples came up to him and said, "Lord, teach us how to pray like John the Baptist." യേശു ലോകപ്രസിദ്ധമായ പ്രാർത്ഥന അവരെ പഠിപ്പിക്കുകയും ചെയ്തു. Jesus taught them the prayer that we know now, the Lord's Prayer. അതുകൂടാതെ രാവിലെയും രാത്രിയിലും ഉച്ചയ്ക്കും ഒക്കെ യേശു പ്രാർത്ഥിക്കുന്നവർ കണ്ടുകൊണ്ടിരുന്നു. And they saw Jesus praying in the morning, in the afternoon, and the evening. യേശു ഉപസിക്കുന്നതായിട്ട് അവർക്കറിയാമായിരുന്നു. അത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവര് ഉപസിക്കണമെന്നുള്ള അർത്ഥത്തിൽ മറ്റുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു അവർ ഉപസിക്കേണ്ട സമയത്ത് ഉപസിക്കുമെന്ന് പറഞ്ഞിരുന്നു. They also saw Jesus fasting, and when others asked Jesus about fasting regarding disciples, Jesus said they will fast when it's their time. പക്ഷേ ഇവിടെ യേശുവിന്റെ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവർക്ക് പ്രാർത്ഥനയും ഉപവാസവും കുറഞ്ഞുപോയി എന്നുള്ളതാണ്. But here, when Jesus speaks to them, it's showing that they lack in faith and prayer. ഇവരുടെ ജീവിതത്തിൽ നല്ല തുടക്കം യേശുവിനോടൊപ്പം ഉള്ളവരാണ് ഇവരെല്ലാവരും. All his disciples had a very good beginning with the Lord. അവരെ കർത്താവ് അധികാരത്തോടുകൂടെ പിശാചിനെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവരാജ്യത്തിന്റെ മെസ്സേജ് പറയാനും ഇത് അല്പം മുൻപേ അയച്ചതായി 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. They spoke the gospel and threw out the demons with great courage. എന്നാൽ ഇവരെ ഒരു കാലത്ത് വളരെ കാര്യമായി കർത്താവിന്റെ ശക്തിയാൽ ഇവയൊക്കെയും ചെയ്തെങ്കിലും ഈ സമയത്ത് ലോകത്തിന്റെ മുൻപിൽ അവർ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. While before they did a lot of great work and great miracles, but at this time right now
they are failing and unfailing to heal the അപ്പോൾ sick boy. കർത്താവ് അവരെ വിളിച്ച വാക്യമാണ് നാം വായിച്ചു കേട്ടത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. And it is to those people Jesus is saying, you unbelieving and perverse generation. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തായിരിക്കാം കർത്താവ് ഇങ്ങനെ ഈ ശിഷ്യന്മാരെ, പരാജയപ്പെട്ട ശിഷ്യന്മാരെ അങ്ങനെ വിളിക്കുവാൻ കാരണം? I was thinking, why did Jesus call them the failed disciples? Why did Jesus call them unbelieving perverse? അതിന് നമുക്ക് ഉത്തരം കാണാൻ കഴിയുന്ന ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ഇതേ സംഗതി പറഞ്ഞ ശേഷം അതിന്റെ 46-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. അവർ ഈ അവസ്ഥ കഴിഞ്ഞപ്പോൾ അവരിൽ വലിയവർ ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. You'll see the answer in Luke chapter 9. When this was happening, the disciples were competing amongst themselves, asking who is the bigger man amongst them. ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായ ശേഷം അവരുടെ ചിന്താഗതി അവരിൽ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു. After this discreditable act, they were thinking amongst themselves, who's the bigger man amongst us? അപ്പോൾ കർത്താവിന്റെ കൂടെ ഇവര് നടക്കുന്നുവെങ്കിലും പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരുന്നുവെങ്കിലും യേശുവിന്റെ സുവിശേഷകന്മാരായി പോകുന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ അവരിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയാണ് അവരെ ഭരിച്ചിരുന്നത്. Even though they were with Jesus, they were evangelizing, they were disciples, but in their heart they were having a competition about who is the bigger man amongst them. ആദ്യമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇല്ലാതെ മറ്റുള്ളവർ അവന്റെ അടുക്കൽ കടന്നു വരികയും ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചതായി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. It is the first time in the scripture that you read the disciples faced defeat when Jesus was not with them. എല്ലാ സമയത്തും കർത്താവ് ഇവരെ ഉപയോഗിച്ച യേശു തന്നെ ഡിറക്ഷൻ കൊടുത്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. In all the other situations, you see that God, the Lord, has given them instructions on what to do. കാനാവിൽ കല്യാണത്തിന് വീഞ്ഞില്ലാതിരുന്നപ്പോൾ യേശു തന്നെ വെള്ളം കണ്ടെത്തി. In Cana, Jesus found water to make the wine. യേശുവിന് വിശന്നപ്പോൾ യേശു തന്നെ അന്വേഷിച്ചാണ് അത്തിയുടെ ചുവട്ടിലേക്ക് പോയത്. When Jesus was hungry, he went to the fig tree by himself. തനിക്കൊരു കഴുതയെ വേണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇന്ന ഗ്രാമത്തിൽ ഇന്നടത്ത് എന്ന് അതിനെ പിക്ക് ചെയ്തുകൊണ്ട് വരാൻ അവരോട് കൽപ്പിക്കുകയായിരുന്നു. When he needed a donkey to ride on, he told the disciples where to go get it and bring it here. മാളിക മുറിയിൽ പെസഹ ആചരിക്കാൻ വേണ്ടി പറഞ്ഞു, ആ ഒരു മനുഷ്യൻ പോകും, അവന്റെ പുറകെ പോയി ആ വീട്ടിൽ ചെന്ന് ഉടമസ്ഥനോട് ചോദിച്ചെന്ന് പർട്ടിക്കുലറായി സ്പെസിഫിക് ആയി അവരോട് പറഞ്ഞു വിടുകയാണ് And ചെയ്തത്. he gave his disciples very specific instructions multiple times on what to do. എന്നാൽ ഒരിക്കൽ യേശു അവരോട് പറഞ്ഞു, ഈ വലിയ സമൂഹത്തിന് അപ്പം കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ അപ്പം കണ്ടെത്തിയ പണി ഈ അന്ത്രയോസ് ചെയ്തതായി വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. Andrew, when Jesus told him to feed the disciples, the scripture says Andrew found ways to bring the bread. അപ്പോൾ അന്ത്രയോസ് ഒരുവിധം നല്ല മനുഷ്യനായിരുന്നു. മനുഷ്യർക്ക് വിശന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും യേശുവിന്റെ അടുക്കൽ അല്പം അപ്പം കൊണ്ട് കൊടുക്കണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായി. ഒരു കൊച്ചുബാലനെ ഈ 10,000 പേരുടെ നടുവിൽ നിന്ന് കണ്ടെത്തിയതൊക്കെ നല്ലൊരു ഗുണമാണ്. Andrew is the one that cared for the people and found the bread that little boy was holding and brought that bread to Jesus. കർത്താവായ യേശുക്രിസ്തുവിനെ അന്ത്രയോസ് കണ്ടുമുട്ടിയപ്പോൾ താൻ മെസ്സിഹായെ കണ്ടതുകൊണ്ട് പോയി തന്റെ സഹോദരനായ പത്രോസിനെ കൂട്ടിക്കൊണ്ട് വന്ന ഒരു നല്ല ഗുണം അവനിൽ ഉണ്ടായിരുന്നു. When Andrew met Jesus, he went and brought his brother Peter to Jesus. ഫിലിപ്പോസ് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നഥനയേലിനോട് എന്ന് യേശുവിന്റെ കാര്യം പറഞ്ഞ ഒരു നല്ല സ്വഭാവം അവനും ഉണ്ടായിരുന്നു. Philip, when he also saw Jesus, met Jesus, he went out and told people about Jesus. നഥനയേലിനെ യേശു കണ്ടപ്പോൾ പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ലെന്നും പറയുണ്ടായി. Philip brought Nathanael to Jesus, and Jesus spoke about Nathanael saying there is no fault in this man. വളരെ പണമുണ്ടാക്കുന്ന ചുങ്കക്കാരനായിരിക്കുന്ന മത്തായിയെ കണ്ടിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ സകലതും വിട്ട് യേശുവിന്റെ പിന്നാലെ പോയ നല്ലൊരു ചരിത്രം മത്തായിക്കും പറയാനുണ്ട്. Matthew, the tax collector, when Jesus told him to leave everything behind and follow me, he did likewise. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, ഇവരൊന്നും മോശപ്പെട്ട ജനങ്ങളല്ല. ഓരോ സന്ദർഭങ്ങളിൽ ദൈവത്താൽ സാക്ഷ്യം കൊണ്ടവരും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുമാണ്. What I'm trying to say is these men are great people, and they did a lot of great works for the Lord. അവരുടെ നല്ല പ്രവൃത്തിയെ നല്ലതായി കണ്ടിട്ട് അത് വിവരിച്ചിരിക്കുന്ന ബൈബിൾ ഇവർ പരാജയപ്പെട്ടപ്പോൾ അവരുടെ പരാജയത്തെയും എടുത്തു കാണിക്കുകയാണ്. While they did a lot of great works, when they failed, the scripture says why they failed and bringing it out to the light. ആയതുപോലെ തന്നെ ഇന്ന് സഭയ്ക്ക് അനേക ഗുണങ്ങളുണ്ട്, അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ പരാജയത്തെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. Likewise, in our churches today, there are a lot of great things happening, but Jesus is also seeing the failures that are happening in our നാം വളരെ churches. പ്രാർത്ഥിക്കുന്നുണ്ട്, വളരെ ഉപവസിക്കുന്നുണ്ട്, വളരെ യാചിക്കുന്നുണ്ട്, പക്ഷേ നാം പ്രാർത്ഥിക്കുന്ന ഈ വലിയ വിഷയം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. We're praying, we're fasting, we're yearning, but the issue that is before us is not it's not going away. ആ സന്ദർഭത്തിലാണ് ഈ വാക്യം നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് എത്രത്തോളം കൂടെ ഇരിക്കും.
It is in this circumstance Jesus asked him, how long shall I put up with you? എന്ന് വെച്ചാൽ യേശു ഒരു അല്പസമയം മാറിയപ്പോൾ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതിരുന്നപ്പോൾ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. It is because Jesus departed from them and they were in a situation where they were by themselves and unable to do the wonders and miracles. യേശു അവരോടുകൂടെ ഉണ്ടായിരുന്ന ഒരൊറ്റ സന്ദർഭത്തിൽ പോലും ഒരു വിഷയത്തിലും അവർ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടിരുന്നില്ല. When Jesus was with them, never in the scripture do you find that they failed in anything that they attempted to do. അത് 5000 പോഷിപ്പിക്കുന്നതാണെങ്കിലും 4000 പോഷിപ്പിക്കുന്നതാണെങ്കിലും കടലിൽ കാറ്റടിക്കുന്നതാണെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും യേശുവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തത കൊടുത്തിരുന്നു. Whether it was feeding the 5,000 or the 4,000 or calming the storms in the sea, while they were with Jesus, nothing bad happened to them. They were able to overcome a lot of things. യേശു മനുഷ്യനായി ജീവിച്ചപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ശരീരത്തിൽ വസിച്ചതുകൊണ്ട് അവൻ മറുരൂപമലയിലായിരുന്ന സന്ദർഭത്തിൽ ഈ 9 ശിഷ്യന്മാരുടെ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏക പ്രശ്നം. The problem here is that Jesus in his physical body was not with the disciples. He was away on the other side of the mountain praying. അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ? ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയും എന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ചോദ്യം ചോദിച്ച് അവരുടേതായ ആ പ്രശ്നത്തെ കാണുവാൻ കർത്താവ് കണ്ണു തുറപ്പിക്കുകയായിരുന്നു. So while the disciples failed, Jesus asked them directly, how long shall I stay with you? How long shall I put up with you? അപ്പോൾ ഈ നല്ല മനുഷ്യർ പ്രാർത്ഥിച്ചു കാണും, അവര് ശാസിച്ചു കാണും, ഭൂതത്തെ പുറത്തുവാൻ എല്ലാം നോക്കി കാണും. പക്ഷേയും യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. While the disciples were good people, they prayed and they tried to heal the boy. Because the presence of Jesus was not with them, they were unable to heal him. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇന്നത്തെ കാര്യം 2-3 പേര് യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവ് കടന്നു വരാമെന്നുള്ള വാഗ്ദത്തം ചെയ്തപ്പോൾ യേശു ആത്മീയമായി നമ്മുടെ നടുവിൽ എല്ലായിടത്തും വരിക തന്നെ ചെയ്യും. The scripture says that whether 2 or 3 has gathered, I'm in their midst. So Jesus is in our midst. എന്നാൽ യേശു നമ്മുടെ ഇടയിലുണ്ടെങ്കിലും യേശുവിന് പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുത്തില്ലെങ്കിൽ യേശു ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. Though Jesus and God is in our midst, if we don't give them time to work, the work will not be done. കർത്താവായ യേശു ക്രിസ്തു വളരെയധികം ശക്തിമത്തായി ദൈവപുത്രനായി വെളിപ്പെട്ട ഈ സന്ദർഭത്തിലും ഈ ശിഷ്യന്മാരുടെ ചിന്താഗതി അവരാരാണ് വലിയവരെ, ഈ ഭൂമിയിൽ ഒരു കൂടാരമുണ്ടാക്കി അവിടെ പാർക്കാം എന്നുള്ള ചിന്താഗതിയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. Jesus, the man that came from God, while he was with them, the bigger things that were bothering his disciples was who was the greatest amongst them. വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ ദർശനവും മറ്റും ഉണ്ടാകുമ്പോഴും അവരുടെ ചിന്താഗതി ഈ ഭൂമിയിലെ കുടിലും അവരുടെ നടുവിൽ ആരാണ് വലിയവരും എന്നുള്ള ചിന്താഗതിയാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Though they did great wonders with Jesus, right now in their mind it's the battle is who's the greatest amongst them. ആയതുകൊണ്ട് അവർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതുമായ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകുകയാണ്. Because of that, they're unable to heal this boy and being defeated. യേശു ആ പരാജയത്തെ നിസ്സാരമായി എടുത്തില്ല. Jesus did not take that defeat lightly. യേശു അവരെ സംബോധന ചെയ്തത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. Jesus here, he says, is addressing them as you unbelieving and perverse generation. വിശ്വാസമില്ലാത്ത ഒരു സാധാരണക്കാരെ നല്ല വിളിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പെർവേഴ്സ് ആയി പോയി, വഴി വിട്ടുപോയി, പോകേണ്ട പാതയിലല്ല, ചിന്തിക്കേണ്ട രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, ജീവിക്കേണ്ട രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പെർവേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. Jesus is not speaking to just regular people or unbelievers. He's speaking to disciples, calling them you unbelieving and perverse generation, showing their lack of faith and their battle that is inside of them. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ശിഷ്യന്മാർക്ക് എല്ലാം നല്ലത് തന്നെ പറയാനുള്ളൂ. On the outwards, these disciples have a lot of great testimonies about them. മറ്റുള്ളവരെ സഹായിക്കുവാൻ എപ്പോഴും മുൻപന്തിയിലുള്ളവർ. They're always forefront about helping people. യേശു പറയുന്ന കാര്യം ചെയ്തെടുക്കുന്നവർ. They will do what Jesus asked them to do. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവ് കയറിയപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ പ്രശ്നം കർത്താവ് കണ്ടെത്തി. But deep inside, when Jesus examined them, the Lord found what the issue was. യേശു അവരെ വിളിക്കുന്നത് നിങ്ങളുടെ ഹൃദയ ജീവിതത്തിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. Jesus saying you unbelieving and perverse generation. നിങ്ങൾക്ക് അവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. Within your heart there's
great unbelief. നിങ്ങൾക്കിപ്പോൾ വിശ്വാസത്തിൻ്റെതായ പാതയിലല്ല നിങ്ങൾ നടക്കുന്നത്. You are not walking in the faith that I called you. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. There's something wrong that happened in your life. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കുമെന്നാണ് കർത്താവ് So ചോദിച്ചത്. the Lord is asking him, how long should I put up with you? കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നത് സന്തോഷത്തിന്റെയോ സമാധാനത്തിന്റെയോ ഒരു രീതിയിലുള്ള ഒരു സംസാരമല്ല. വളരെ വിഷമിച്ചിട്ട് ഇവർ ഈ പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടത്തിലാണ് യേശു ചോദിക്കുന്നത്. Jesus is asking these questions to disciples in great distress. It is not like a normal conversation. നാം പരാജയപ്പെടുന്ന സ്ഥാനത്ത് കർത്താവ് സന്തോഷിക്കല്ല, കർത്താവിന് അപമാനമാണ് സംഭവിക്കുന്നത്. When we fail, God is not taking joy, he is actually weeping. കാരണം ആ യൗവനക്കാരന്റെ രോഗിയായ യൗവനക്കാരന്റെ അപ്പൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിനക്കെന്തെങ്കിലും കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. Because the father of the little boy came up to Jesus and pretty much asking him, do whatever you can or if you can. നാം പരാജയപ്പെടുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം, ദൈവശക്തിയെ കുറച്ചു കാണുന്ന ഒരു സമൂഹം ഉടലെടുക്കുന്നതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല. We cannot blame other people taking light the power of God when we ourselves fail. നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ നാം പ്രാർത്ഥിച്ച് വിജയം കാണാത്തപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ഈ കഷ്ടതയിൽ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ദൈവമില്ലയോ? ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയോ? ദൈവമാണോ ഇത് അയച്ചത്? 100 ചോദ്യമായി ലോകം കടന്നു വരുന്നതിന്റെ കാരണം നാം ഓരോരുത്തരും പരാജയപ്പെട്ടത് കൊണ്ടാണ്. It is because we fail that the world is asking us, why hasn't this disease been healed? Why isn't God answering your prayer? വേദപുസ്തകത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വിജയത്തിന്റെ മാത്രം ഒരു കഥ എഴുതുന്നതല്ല, പരാജയത്തിന്റെ കഥ എഴുതി പരാജയത്തിൽ നാം പരാജയപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. The Bible does not just mention all the good stories, but also shows stories about defeat and how we can overcome it. ഇന്ന് പകൽക്കാലം ലോകത്തിലുള്ള അനേക വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഭകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സകലരും യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവേ ഈ രോഗം മാറ്റിത്തരണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് ഇതുവരെയും ഒരു ഉത്തരം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. There are a lot of faithful ones praying. There's a lot of churches and men and women all across the world praying for it, but this disease has not left us. ആയതുകൊണ്ട് എല്ലാവരും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. Therefore, we live in a world where everyone's questioning God. കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ ആ ഒരു ജേർണലിസ്റ്റ് പറയുന്ന കേട്ടു, നമുക്ക് ദൈവത്തിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊരു മരുന്നാണ് ആവശ്യമായിരിക്കുന്നതെന്ന്. Recently heard a pretty famous journalist saying there's no need for God right now. What we need is medicine. അതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. It is because each and every one of us has failed. ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. The number one issue here is does the presence of God is with us. എപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം വിജയം വരിച്ചതായ ശിഷ്യന്മാർ അവർ പോയ സ്ഥലത്തൊക്കെയും ഭൂതങ്ങൾ പുറത്തു പോകുന്നതായിട്ട് കണ്ടിട്ട് അവർ സന്തോഷിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന കഥ അവർക്ക് ഇന്നലെ കുറിച്ച് പറയാനുണ്ട്. The disciples who did great wonders and miracles when Jesus was with them is unable to heal this boy when Jesus was not with them. അവരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് അവർക്കൊരു സങ്കടവുമില്ല. യേശു ഈ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പരാജയപ്പെട്ട ശിഷ്യന്മാർ ഓടിച്ചെന്ന് യേശുവിനോട് രഹസ്യമായി ഞങ്ങൾ ഈ യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു പരാജയപ്പെട്ടു, എന്തെങ്കിലും അവർക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്വഭാവം ആ ശിഷ്യന്മാരിൽ നാം കണ്ടില്ല. The disciples did not run up to Jesus and said, hey, Lord, we prayed, we were unable to heal this child. No, they never told Jesus that. അവരൊരിക്കലും പറയാതെ ഈ പിതാവാണ് ഓടിച്ചെന്ന് യേശുവിനോട് പറയുന്നത്, നിന്റെ ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി, അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ പോയി, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കഴിയുമോ എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് അവരാണ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്. It is the father of the sick child that came to Jesus and said, your disciples were unable to heal my boy. പരാജയപ്പെട്ട സഭയ്ക്ക് അതിനെക്കുറിച്ചൊരു ബോധമോ അതിനെക്കുറിച്ചൊരു വിഷമമോ അതിലുള്ളൊരു മാനസാന്തരമോ യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് ഈ സംഭവം നമ്മെ തെളിയിക്കുന്നത്. What this is teaching us is that a church that has failed has not had true repentance about. അതും ജീവിതത്തിന്റെ ഒരു ഭാഗമായി എടുത്തിട്ട് നാം ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. We just take that as part of our life and move on. മറ്റുള്ളവർ നമ്മെ അപമാനിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ ഇടയിൽ വരുത്തേണ്ട മാറ്റം വരുത്തി നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ഇടം നാം ഒരുക്കേണ്ടതിന് പകരം നാം നമ്മുടെ കാര്യത്തിന്റെ ഒരു ഭാഗമായി പരാജയത്തിൽ നിന്ന് പരാജയം, അപമാനത്തിൽ നിന്ന് അപമാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. We are living our normal life and not allowing Jesus to do great work in us by giving him space to do so. എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ അപമാനത്തിൽ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. God will never allow us to live in
fear. യേശു കടന്നു വന്നപ്പോൾ ഈ രോഗിയുടെ അപ്പൻ വന്ന് ചോദിച്ചാലും പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ യേശു പറയാണ് ബാലനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ. When the father asked Jesus, can you do anything to heal my boy? Jesus said, bring the boy to me. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ ആ ഭൂതത്തെ പുറത്താക്കി. When the boy came to Jesus, Jesus drove out the demon in the എന്നിട്ട് ആ boy. ഭൂതത്തോട് കൽപ്പിക്കുകയാണ്, മാർക്കോസിലും ലൂക്കോസിലും നാം വായിക്കുന്നുണ്ട്, ഇനി മേലിൽ ഇവനിൽ കടന്നും കൂടരുത്. And he commanded the demon to leave him and never enter the boy again. അപ്പോൾ കർത്താവ് ഒരു പ്രശ്നത്തിന് പരിഹാരം വരുത്തിയാൽ അത് പെർമനന്റ് പരിഹാരമായിരിക്കും. When Jesus finds a solution for your problems, it is നാം permanent. അപമാനത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് സങ്കടപ്പെടുന്നു, ദുഃഖിക്കുന്നു, അവൻ പ്രവർത്തനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. Even though we feel God is looking at us in great sadness, and He's expecting us to repent and change our യേശു ways. വന്നുടനെ തന്നെ ഈ ഭൂതബാധിതനെ സൗഖ്യമാക്കി. Soon as Jesus came, the boy was healed from his demons. അപ്പോൾ ശിഷ്യന്മാർ യേശുവുമായി ഒന്നിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. And then the disciples followed Jesus into a home. രഹസ്യമായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. They very secretly came towards Jesus. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? And then they asked Jesus, why weren't we able to do so? അപ്പോൾ യേശു പറഞ്ഞ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. And let's look at what Jesus responded. യേശു പറയാണ്, നിങ്ങളുടെ അവിശ്വാസമാണ് ഇതിന് കാരണം. It's just because of your little faith. നമ്മൾ ആരും നോക്കിയാൽ നമ്മുടെ അവിശ്വാസം കണ്ടെത്താൻ കഴിയത്തില്ല. When we examine ourselves, we're unable to see our own lack of faith. നമ്മുടെ ജീവിതത്തിൽ നാം ആണ് വലിയവൻ, നമ്മളിൽ ആരാണ് വലിയവൻ എന്നുള്ള ആർഗ്യുമെന്റുമായി നടക്കുമ്പോൾ വിശ്വാസത്തിന് കർത്താവിലുള്ള പ്രത്യാശയില് അവിടെ സ്ഥാനമില്ലാതെ വരികയാണ്. When we bring who is amongst us, who is the greater amongst us, when that thought is reigning in our mind, the Lord is unable to perform His work. ദൈവത്തിന്റെ വലിയ ഇഷ്ടം നടക്കുമ്പോൾ നാം കൂടാരത്തിന്റെ ബിസിനസ്സുമായി നടക്കുന്നുടനെ നാം ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ ഓരോ സ്റ്റെപ്പും നാം മുന്നോട്ട് പോവുകയാണ്. Likewise, like the disciples, when we are falling asleep, we are being defeated. ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്നുള്ള വിഷയമാണ് ഏലിയാവും മോശസും വന്ന് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് അന്ന് ആ മരുഭൂമിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. Elijah and Moses spoke about how the Lord is coming down and fulfilling the work that it was said before him. ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നത് കാൽവറി ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണം സാധിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിലാണ്. The Son of God came in this world to die as an atonement for our sin and save the humanity. ദൈവത്തിന്റെ ആ ലക്ഷ്യം ഇവിടെ രണ്ട് സ്വർഗീയ മനുഷ്യർ കടന്നു വന്ന് ഏലിയാവും മോശയും സംസാരിച്ചിട്ടും ഇവർ ഉറങ്ങുകയും അത് ശ്രദ്ധിക്കാതെ അവരുടെ കാര്യമായ കൂടാരത്തെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്. When Elijah and Moses were with them and saying these things, you'll find the disciples sleeping and worried about things of this world. ഇന്നും സഭയ്ക്ക് പറ്റിയിരിക്കുന്നത് ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ച് ദൈവം മഹിമയിൽ വെളിപ്പെടുമ്പോൾ മറ്റുള്ള വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള കൂടാരങ്ങളാണ് ബിസിനസ്, ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് നാം വളരെ മാറിപ്പോയിരിക്കുകയാണ്. Today what's happening in our churches is that we have become too worried about the worries of this world that the Lord is unable to perform His work. അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാർക്ക് അതാണ് പറ്റിയതെങ്കിൽ സാധാരണക്കാരായ അപ്പോസ്തലന്മാരിൽ ഞങ്ങളിൽ വലിയവൻ ആരാണെന്ന് ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? Likewise, it happened to the apostles. The question is, who is the greatest amongst us? How much more can it happen to us? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളൊരു സ്വയപരിശോധനയ്ക്ക് മുതിരേണ്ടത് അത്യാവശ്യമാണ്. Here Jesus is asking us to self-examine ourselves. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. Your problem is that you have lost your faith. വിശ്വാസമില്ലാത്തപ്പോൾ പ്രാർത്ഥന നഷ്ടപ്പെടും. When you don't have faith, you will lose prayer. പ്രാർത്ഥന കൊണ്ട് യാതൊരു ഗുണവുമില്ല. Your prayers don't work അവിടെ വിശ്വാസമില്ലെങ്കിൽ, because there's no faith. കാരണം യാക്കോബ് പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ എന്ത് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കയില്ലെന്ന്. Jacob says without faith, whatever you pray will not come to pass. നാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചാലും അവിടെ വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ യാതൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. If you pray all day, if you don't have faith and the presence of the Lord is not there, your prayer will not be answered. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. Jesus has taught them about prayer. നിങ്ങൾ ഒരുപാട് വാക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് യേശു പഠിപ്പിച്ചു. There's no point in you saying a lot of words, Jesus told the disciples. മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി ബഹളം വെച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചു. Don't pray to be loud and
so that people can hear you. പ്രാർത്ഥന ചെയ്യുന്നോടനെ മറ്റുള്ളവരുടെ ദോഷങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പറയുന്ന പരീശനെ പോലെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല എന്ന് യേശു എഴുതി തള്ളി. Don't pray like the Pharisees who complains about those around them and bring up the sin of others in their prayer. അനുതാപത്തോടും കണ്ണീരോടും കൂടെ ദൈവസന്നിധാനത്തിൽ അവരെ ഏൽപ്പിച്ച് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന തങ്ങളെ തന്നെ ദൈവസന്നിധാനത്തിൽ താഴ്ത്തുന്ന അവസ്ഥയായിട്ടാണ് പ്രാർത്ഥനയെ കർത്താവ് പഠിപ്പിച്ചത്. Jesus is teaching prayer as repentance and lowering yourselves before God. ആ പ്രാർത്ഥനയോടുകൂടെ ഉപവാസം കൂടെ വേണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. With that prayer there must also be fasting. അങ്ങനെയുള്ള ഒരു അനുഭവം ഇല്ല എങ്കിൽ നിങ്ങൾ ഇനിയും പരാജയപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. If you don't have that experience of prayer and fasting, Jesus tells the disciples that you will fail again. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അവർ പിന്നാലെ ദുഃഖിച്ച് സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞങ്ങളുടെ തകരാറ് എന്താണെന്ന്. When the disciples failed, they secretly came to Jesus and asked him, why did we fail? അവർ അവിടെ നിന്ന് പാഠം പഠിച്ചവരായി തീർന്നു. There they learned their lesson. യേശു ക്രിസ്തു പോയപ്പോൾ 10 ദിവസം അവര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. When Jesus left, it says that they stayed together for 10 days and prayed. പെർസിക്യൂഷനും ഉപദ്രവവും കടന്നു വന്നപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചെടുത്ത് ഒരു ഇരുന്ന സ്ഥലം കുലുകുമാറുള്ള ഉണർവ് അവിടേക്ക് ഇറങ്ങി വന്നു. When they faced great persecution, you will see that they all came together and prayed, and it says that the place around them shook. പത്രോസിനെ തടവിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. When Peter was in prison, it says the church dead fat continually prayed for him. പൗലോസും ശീലാസും അടികൊണ്ട് മുറിവേറ്റ് കാരാഗൃഹത്തിനുള്ളിലായിരുന്നപ്പോഴും കർത്താവ് പറഞ്ഞ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയാണ് സകലത്തിന്റെയും വിടുതലിന്റെ തത്വമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മാർത്ഥമായി അവരുടെ വേദനയോ അവരുടെ പ്രശ്നമോ വകവെക്കാതെ അവർ കർത്താവിനെ സ്തുതിക്കുന്നതാണ് ജയിലിൽ നാം കാണുന്നത്. When Paul and Silas were beaten and imprisoned, they forgot about their pain and where they were. It says that they were praying steadfastly. യേശു ക്രിസ്തു തന്റെ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങി. യേശു ക്രിസ്തു തന്റെ മിനിസ്ട്രി അവസാനിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നീണ്ട ഒരു പ്രാർത്ഥന ചെയ്തിട്ടാണ് അവസാനിപ്പിക്കുന്നത്. Jesus began his ministry with a prayer and ended his ministry with the prayer. അവിടെയൊക്കെയും തന്റെ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടി പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനകളാണ് നിരന്തരം യേശു ചെയ്തുകൊണ്ടിരുന്നത്. And throughout the scripture you'll see that the prayer Jesus prayed was to do the will of the Father. ഈ ക്രൂശ് മരണം വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും യേശു പറയുന്നത് അത് നിന്റെ ഹിതം അല്ലെങ്കിൽ ഞാൻ ആ പാനപാത്രം കുടിക്കാമെന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ് ചെയ്തത്. When Jesus was praying, he says that if it's your will, I will even take the cross upon myself. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ കാര്യമായി ഏറ്റെടുത്തു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി ഉടനീളം നമ്മെ കാണിക്കുന്നത്. In the Acts of Apostles, you'll see that this lesson that the disciples learned has come to fruition. അവര് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അവരെങ്ങും പരാജയപ്പെട്ടതായി അപ്പോസ്തലപ്രവൃത്തിയിൽ നാം വായിക്കുന്നില്ല. When they started praying with faith, you'll see that they never been defeated or their prayers never gone unanswered. അവരുടെ നിഴല് പോലും തട്ടുന്നിടത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ടാണ് നാം വായിച്ചിരിക്കുന്നത്. Even the places where the shadows hid, there were miracles. അപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്തതായ ആ മരുന്ന് ഏറ്റവും ഫലിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Which means that the lesson that he taught the disciples has had a great impact on their life later on. അതുണ്ടാകണമെങ്കിൽ അവരുടെ പരാജയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. In order for that lesson to be applicable to them, they must come to this area where they realize what their failure was. അവർ യേശുവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെന്നു. They came into the presence of the Lord. അവർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ പരാജയപ്പെട്ടു, അതിന്റെ കാരണം എന്താണ്? They asked Jesus, Lord, we failed, and what is the reason? നമ്മുടെ സഭ എന്തുകൊണ്ടാണ് നമ്മുടെ പരാജയമെന്ന് തിരിച്ചറിയാതെ അതിലേക്ക് കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ഉത്തരം ലഭിക്കുവോളം നമ്മൾക്കൊരു വിജയം അസാധ്യമായ കാര്യമാണ്. When our churches, when we fail to see why we failed and repent, and we continue to pray, but we're not able to get answers to our prayers. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസമാണ് നിങ്ങളുടെ പ്രശ്നം. Jesus saying it is your little faith that is the issue. അവിശ്വാസമില്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നം. It is the lack of faith that is your problem. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. It is the lack of the presence of God that is your problem. ഉപവാസ പ്രാർത്ഥന ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. It is the lack of fasting and prayer that's your problem. ഉപവാസ പ്രാർത്ഥനയും ഒക്കെ നടക്കും, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടക്കാത്തതാണ് പ്രശ്നം. Though we fast and pray, it is not done like the Lord has wanted us to. സഭ പരാജയപ്പെട്ടിട്ടും സഭയ്ക്ക് ആ ബോധമില്ലാതെ സഭ അതിൻ്റെതായ നിലയിൽ ശക്തിയോടെ പോകുന്നു എന്നുള്ള ചിന്താഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Even though the church has failed in these things, we're not able to realize our failure. നാം എല്ലാവരും കർത്താവിന്റെ സന്നിധാനത്തിൽ സ്വകാര്യമായി കർത്താവെ പറ്റിയ പരാജയം ഞങ്ങൾക്ക് ഇനി മേലിൽ പറ്റാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയോടുകൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് കർത്താവ് നമുക്ക് വിജയത്തിൻ്റെതായി സന്ദേശം പറഞ്ഞു തരുന്നത്. We will only see victory when we realize our failure and come before the Lord. അവരുടെ ജീവിതത്തിൽ
അത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയതും കർത്താവിലുള്ള വിശ്വാസം കുറയുകയും ഉപവാസവും പ്രാർത്ഥനയും കുറഞ്ഞതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതല്ലായിരിക്കാം. Even though they lacked in faith, in our life it may not be likewise. നമ്മുടെ ജീവിതത്തിൽ വേറെ പലതുമായിരിക്കാം കർത്താവ് കാണുന്ന പ്രശ്നം. The issues in our life may be much different than what the apostles faced. ഒരു വ്യക്തിയിൽ കണ്ട പ്രശ്നമല്ല വേറൊരു വ്യക്തിയിൽ നാം സാധാരണ കാണുന്നത്. Every individual has their own problems. അന്നത്തെ ശിഷ്യന്മാർക്ക് മിക്കപ്പോഴും അവരുടേതായ ജീവിതത്തിൽ കർത്താവുമായി നടന്നപ്പോൾ അവരിൽ ആരാണ് വലിയവർ, ആ കർത്താവിന്റെ സന്നിധാനത്തിൽ കാര്യമൊക്കെയും പറയുന്നെങ്കിലും കർത്താവിനെ 100% മസിഹായി ഉള്ളിന്റെ ഉള്ളിൽ സ്വീകരിച്ചോ എന്നുള്ള പ്രശ്നമായിരുന്നു. The disciples back then, their big issue was who was the greatest amongst us, and did we really acknowledge Jesus as our Messiah, or who did so? ഒരു സന്ദർഭത്തിൽ അവരെ നീയാണ് ദൈവത്തിന്റെ പുത്രൻ, നീയാണ് ദൈവത്തിന്റെ മസിഹ എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷത്തില് ഇവരാരാണ് എന്ന് പറഞ്ഞ് ചഞ്ചലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. On one end you'll see that they told Jesus, you are the Messiah, you are the Lord, and on one situation they're saying, who is this man? അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുവോളം അവർ പ്രതീക്ഷിച്ചതുപോലെ വിശ്വസിക്കേണ്ടതായ രീതിയിൽ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. They were unable to be great men of faith until the resurrection. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കും. നാം പ്രാർത്ഥിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, നാം ആഗ്രഹിച്ചതുപോലെ സംഗതികൾ നടക്കാതെ വരുമ്പോൾ നാം ദൈവത്തിൽ സംശയിച്ചിട്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുകയാണ്. Likewise, and today when we don't get answers to our prayer, we question our faith and lose our faith. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധാനത്തിൽ ചെല്ലാത്തിടത്തോളം കാലം, കർത്താവ് നമ്മളോട് സംസാരിക്കാത്തിടത്തോളം കാലം, കർത്താവ് നമ്മളോട് ഇടപെടാത്തിടത്തോളം കാലം നമ്മുടെ പരാജയമായി തുടരും. Our failure will always be a failure if you don't acknowledge our failure and ask for the presence of the Lord and come closer to him. കർത്താവ് ഒരു മഹാത്ഭുതമായ കാര്യമാണ് അവരോട് പറയുന്നത്. Lord told them it was very important point. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. And he says that if you have faith as small as the mustard seed, you can say this mountain move from here and it will move. അസാധ്യമാകാത്ത ഒരു വ്യക്തി എന്താഗ്രഹിച്ചാലും നടക്കുന്നത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. Nothing will be impossible for you. അപ്പോൾ ദൈവമായ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് എന്റെ സാന്നിധ്യത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും എന്റെ ഇഷ്ടപ്രകാരം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകില്ല. Jesus telling them that when you're with me, when my presence is with you, when you pray and fast, nothing will be impossible for you. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യമാകാതെ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ലാതെ വന്നിരിക്കുന്നതിന്റെ കാരണം നാം ഓരോരുത്തരുമാണ് എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ പരാജയം എന്താണെന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നുവെന്ന് സ്വകാര്യമായിട്ട് അവനോട് ചോദിക്കല്ലാതെ വേറെ മാർഗമില്ല. When Jesus told us that nothing will be impossible for you, and when we see that our prayers are failing and we're not getting the answers we need, it's time to do some self-reflection and come before the Lord. നമ്മുടെ കർത്താവ് എത്രയോ മഹാനാണ്. അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒന്നിനും അസാധ്യമാകാത്ത വിധം നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കഴിയും. Jesus in his great majesty say nothing will be impossible for you, and you can do great things. ദൈവം ഒരുവനെ സഹായിക്കുമ്പോൾ അവൻ പരിധിയില്ലാതെ സഹായിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. When God decides to help somebody, it is done without any boundaries. അതിന് കർത്താവ് നമ്മളിൽ നിന്ന് ചോദിക്കുന്നത് കടുകുമണിയോളം വിശ്വാസത്തെയാണ്. Jesus is only asking for a faith that is as small as a mustard seed in order for that to happen. അത്രയും പോലും വിശ്വാസം അവരിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. The context here is that they didn't have a faith as small as a mustard seed to do these wonders. അവരുടെ ആശ്രയം മറ്റു പലതിലുമായി തീർന്നു. Their dependence became on other people. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Likewise, that is what happening in our lives today. ദൈവം പറയുന്ന നിനക്കെല്ലാം സാധ്യമാണ്. Jesus telling us everything is possible for എന്ന് you. വെച്ചാൽ എന്നെ പോലെ നിങ്ങൾക്ക് കഴിയുമെന്നർത്ഥം. Is because he can do great things like me. കർത്താവ് അതിനേക്കാൾ ഒരു പടിയുടെ മുന്നോട്ട് പോയിട്ട് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കാര്യം ചെയ്തെടുക്കും. Jesus took another step and told the disciples that through the Holy Spirit you can achieve a lot more than I did. യേശുക്രിസ്തു നടന്നു പോയപ്പോൾ നിഴലടിച്ച ആരും സൗഖ്യം പ്രാപിച്ചതായി സുവിശേഷങ്ങളിൽ എങ്ങും നാം വായിക്കുന്നില്ല. You will not read in the scriptures where while Jesus was walking, the shadows hit someone and they were healed. എന്നാൽ പൗലോസും പത്രോസും നടന്നു പോയപ്പോൾ അവന്റെ നിഴല് തട്ടത്തക്ക രീതിയിൽ വഴി തീരത്തെ രോഗികളെ കിടത്തി എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. Well, but you read in the scriptures that when Paul and Peter were walking, they laid down the sick people on the side so that the shadows can hit them and heal them. നാം പരാജയപ്പെടരുതെന്നല്ല, ജസ്റ്റ് വിജയികളാകണം
ആക്കണമെന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെതായ ശ്രേഷ്ഠതയിൽ നാം എത്രമാത്രം ഉയരണമോ അത്രമാത്രം ഉയരുവാനുള്ള എല്ലാ സംഗതികളും ഒരുക്കിയിട്ടാണ് കർത്താവ് പറയുന്നത് സകലതും സാധ്യമാണ്. It is not that we fail or not that we barely win, but yet Jesus given us everything we need to be successful. എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും എല്ലാ മാതാപിതാക്കൾക്കും ഫസ്റ്റ് റാങ്ക് ലഭിക്കണമെന്ന് താല്പര്യമില്ല. Every parent does not desire their kids to be first. അതിന്റെ കാരണം അവർക്ക് ഫസ്റ്റ് കിട്ടാൻ കഴിവില്ലെന്ന് മാതാപിതാക്കൾ ഗ്രഹിക്കാറുണ്ട്. It is because sometimes they know their kids are not able to win. അതുകൊണ്ട് ജയിച്ചാൽ മതി എന്നാണ് പല മാതാപിതാക്കളും വിചാരിക്കുന്നത്. Some parents just think that they'll be happy if their kid just passes. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ള ഒരാളല്ല. God does not think that about us. നമ്മുടെ കർത്താവ് പറയുന്നത് ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനാണ്. God is saying that the one in you is bigger than the one in the എന്റെ world. ശക്തി നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തരായി തീരും. When my power comes upon you, you'll be stronger. എന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ യെരുശലേമിൽ തുടങ്ങുന്നത് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ പ്രാപ്തിയുള്ളതാണ്. When my presence enters into you, the great things will happen throughout the world. നമ്മളിൽ വസിക്കുന്നത് ഇത് മഹാശക്തിയാണ്. It is the great power of God that is happening in us. ദൈവം കൊടുത്തപ്പോൾ കുറച്ചല്ല കൊടുത്തത്. God did not give them less. കർത്താവ് ഒരിക്കലും കൊടുത്തപ്പോൾ ആർക്കും പരമ കഷ്ടിച്ച ഒന്നും കൊടുത്തിട്ടില്ല. Every time when Jesus gave something, he did not give them less or barely. പത്രോസിനെ ശക്തി കൊടുത്തപ്പോൾ കർത്താവ് എങ്ങനെയാണ് തന്നിൽ കൊടുത്തതെന്ന് തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. When Peter had the power of God in him, you'll see the great wonders he did. പൗലോസ് അത് വെളിപ്പെടുത്തി. Paul did the same thing. അപ്പോസ്തലന്മാർ മുഴുവൻ അത് വെളിപ്പെടുത്തി. All the apostles exhibited the power of God in them. അതേ വാഗ്ദാനം നമ്മൾക്കും കർത്താവ് ശേഷിപ്പിച്ചിരിക്കുകയാണ്. That same covenant God has given us. എന്നാൽ ആത്മാർത്ഥമായി നാം കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു പോകേണ്ട സമയം വൈകിയിരിക്കുന്നു. But we must acknowledge, and it's time to come close to God with great repentance. കർത്താവേ, ഞങ്ങൾ അപമാനത്തിൽ ജീവിക്കുന്നു, അതിനൊരു പരിഹാരം വരേണമേ. Lord, we are living in great fear and sadness. പരസ്യമായി ഞങ്ങൾ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. We are being laughed upon. അതുകൊണ്ട് സ്വകാര്യമായി അവന്റെ അടുക്കൽ കടന്നു ചെന്നു. So they approached Jesus secretly. യേശു അവരോട് വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. Jesus did not tell them any great things. വിശ്വാസമുള്ളവരായിരിക്കാൻ പറഞ്ഞു. He just told them, be of faith. കടുകുമണിയോളം വിശ്വാസമുള്ളവരായിരിക്കാൻ പറഞ്ഞു. Faith that is small as a mustard seed. ഉപവാസത്തിൽ ജീവിതം കഴിക്കാൻ പറഞ്ഞു. Live and fast. പ്രാർത്ഥനയിൽ ജീവിതം കഴിക്കുവാൻ പറഞ്ഞു. Pray. നാം വിചാരിക്കുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും കർത്താവ് പറഞ്ഞില്ല. These weren't great things that Jesus taught. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം മാത്രമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. These are all things that they and us can do. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരേണ്ടിയിരിക്കുന്നു. It is time that the power of God has നമ്മുടെ to be ഉള്ളിന്റെ in ഉള്ളിൽ us. ശേഷിച്ചിരിക്കുന്നതായ വലിയ ഭാവങ്ങളെല്ലാം മാറിപ്പോകണം. We need to get rid of all the earthly desires in our heart. ഇന്ന് സഭയ്ക്ക് അവരെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയുടെ കാര്യത്തെക്കുറിച്ചും വലിയ അഭിമാനമാണ്. They have great pride in the church and what's happening in the church. ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ സഭയ്ക്കകത്താണോ കർത്താവ് സഭയ്ക്ക് പുറത്താണോ എന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. In one of the scriptures, Jesus saying it is time to question whether God is in the church or outside of the church. നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് നാം ശ്രേഷ്ഠന്മാരായി തീരണമെന്നാണ്. God is asking us to be great people. ഒരു യാചകനെ പോലെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. He does not expect to live as beggars. തന്റെ മക്കളെ പോലെ ജീവിക്കണമെന്നാണ് കർത്താവ് To live as ആഗ്രഹിക്കുന്നത്. the children of God. ക്രിസ്തുവിന് തുല്യരായി അവനെ പോലെ അവകാശമുള്ളവരാക്കി നമ്മെ മാറ്റിയിരിക്കുകയാണ്. To be equal to Christ and do wonders and miracles. എന്നാൽ നമുക്ക് എവിടെയോ അബദ്ധം പറ്റിയിരിക്കുന്നു. But we have fell short somewhat. നാം ശിഷ്യന്മാരെ പോലെ പരാതി പറയുന്നവരായി We തീർന്നിരിക്കുന്നു. have started to become complain. നമ്മൾ ഈ like ലോകത്തിന്റെ disciples. കാര്യങ്ങളിൽ കൂടാരത്തിന്റെ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം നട്ടിരിക്കുകയാണ്. We are become worried with all the earthly things. ഞാൻ ആരാണ് വലിയവൻ എന്നുള്ള ചിന്താഗതിയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ്. Our thoughts have become who's the greatest amongst us. കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് യാക്കോബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. Jacob said likewise about Jesus. നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ അടുക്കലേക്ക് വരിക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. It says that when you come close to the Lord, come close to the Lord and depart from the devil. പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ വേറെ ഒന്നും ചെയ്യണ്ട, ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു വന്നാൽ The devil will flee from you, and all thing you have to do is just come closer to Jesus. അവനോടുള്ള മനോഭാവം നമ്മൾ മാറ്റിയേ പറ്റുകയുള്ളൂ. We must change the way we think about it. അവനുമായിട്ട് നമുക്കൊരു കാര്യവുമില്ല. We have no need to be with the devil. സാധാരണ മനുഷ്യരെക്കാൾ പിശാചിന് ശക്തിയുണ്ട്. Devil is stronger than like normal people. എന്നാൽ അവനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. God has given us Holy Spirit to fight against the devil. എതിർത്ത് നിൽക്കുവാൻ ദൈവം തന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നു. He has given us scriptures to fight against the demon. പിശാച് അടുക്കാത്തതായ ദൈവ സാന്നിധ്യം നമുക്ക് തന്നിരിക്കുന്നു. He has given us a presence that is unable to for Satan to നമ്മുടെ enter. അരികിൽ കർത്താവ് ഉണ്ട് എങ്കിൽ God, though the Lord is with us, നാം ഒരിക്കലും
പരാജയപ്പെടുവാൻ പോകുന്നില്ല. We will never see failure. നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. He doesn't desire us to fail. ഒന്നുകിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. The presence of the Lord has departed us. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഉണ്ടെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. Even though we pray, even though we fast, we have lost our faith. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സംതിങ് ഇതിനെ കൊണ്ട് നാം നിറച്ചു വെച്ചിരിക്കുന്നു. Deep in our hearts, we have stored up worries that are of this world. അത് ചിലപ്പോൾ അന്നത്തെ അപ്പോസ്തലന്മാർക്കുള്ള ചിന്താഗതിയല്ലായിരിക്കാം, നമുക്ക് വേറെ പലതുമായിരിക്കാം. The worries may not be who's the greatest amongst us. It might be other things that are occupying our അവർക്കുള്ളതുപോലെ mind. സ്ഥാനത്തെ കുറിച്ച് നമുക്കൊക്കെയും ആഗ്രഹമുണ്ട്. Likewise, with them, we also have battles about who's the greatest amongst us. അവർക്കില്ലാതിരുന്ന പണസ്നേഹം നമുക്കുണ്ട്. We have the same issues that they faced. നമുക്ക് ദ്രവ്യാഗ്രഹവുമുണ്ട്, നമുക്ക് ലോകസ്നേഹവും നമ്മുടെ ഉള്ളിലുണ്ട്. We have greed, we have love of this world. നമ്മൾ സാധാരണക്കാരെ പോലെ അധപ്പതിച്ചിരിക്കുന്നു. We have become a perverse generation. വേദപുസ്തകത്തിൽ ഒരു വലിയ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. Scripture has given us a great example. ശിംശോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സിംഹത്തെ തന്റെ കൈ കൊണ്ട് വലിച്ചു കീറിയെന്നാ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. When the Holy Spirit entered Samson, it says that he ripped apart a tiger. ദൈവ മനുഷ്യനായിരുന്ന കാലത്ത് അവൻ വലിയ വലിയ പ്രവൃത്തി ചെയ്തു. When he was a man of God, he did great wonders and miracles. അന്നിൽ അവനിൽ വ്യാപരിച്ചിരുന്ന ദൈവശക്തിയായിരുന്നു, ദൈവകൃപയായിരുന്നു. It was the hands of God, the work of God that was in him. ഒരു സൈന്യം അവന്റെ നേരെ വന്നാൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. No army can come against him. വലിയൊരു കോട്ട അവനൊരു പ്രശ്നമല്ലായിരുന്നു. No walls were an issue for him. അവനെ എത്രമാത്രം കയർ കൊണ്ട് കെട്ടിയാലും അതൊരു പ്രശ്നമല്ലായിരുന്നു. No bondage or no army he faced was an issue. എന്നാൽ ദൈവശക്തി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ, But when the power of God has departed him, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്. it is written അവൻ കേവലം മനുഷ്യനായി, സാധാരണ മനുഷ്യനായി തീർന്നു. It is written that he became a normal person. ദൈവത്തിന്റെ ശക്തന്മാരായ ജനങ്ങൾക്ക് കേവലം മനുഷ്യരായി തീരുവാൻ കഴിയും. The man who has seen the power of God can become a normal person. അത് അവന്റെ ജഡത്തിന്റെ പ്രവൃത്തിയായിരുന്നു. It is because it's the work of the flesh. അവന്റെ ജീവിതത്തിൽ അവന് ഫ്ലഷിന് താല്പര്യം കൊടുത്തു. It is because he heeded to the desires of the flesh. അവനിൽ വസിക്കുന്ന ആത്മാവിനെ അവൻ മറന്നു കളഞ്ഞു. He forgot the spirit that was in him. ദൈവവുമായി ചെയ്ത കവനന്റ് അവൻ മറന്നു കളഞ്ഞു. He forgot the covenant he had with God. ദൈവത്തിന്റെ ശക്തിയെ കളിക്കായി, തമാശനായി അവൻ ഉപയോഗിക്കുവാൻ തുടങ്ങി. He took the power of God in him lightly. അവന്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ ദൈവശക്തി അവനെ വിട്ട് കടന്നുപോയി. When he started to use the power to glorify himself, the power of God has അത് departed him. ഒരിക്കൽ ആദ്യമായി പറ്റിയ അബദ്ധത്തിൽ കടന്നുപോയില്ല. It is not the first time it happened. ഒരിക്കലല്ല, രണ്ടാം പ്രാവശ്യവും വിട്ടുപോയില്ല. It left him second time. മൂന്നാം പ്രാവശ്യവും അങ്ങനെ സംഭവിച്ചില്ല. It did not happen the third time or the second time. നാലാം തവണയാണ് അവൻ ദൈവശക്തിയെ കളിപ്പാട്ടമായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി അവനിൽ നിന്ന് കടന്നുപോയത്. It is the fourth time when he took the power of God lightly that the power departed ദൈവം Samson. ഒരിക്കലും നമ്മെ ഒന്നാമത്തെ പ്രാവശ്യം തള്ളിക്കളയാറില്ല. God never casts aside on our first attempt. രണ്ടാമത്തെ സന്ദർഭത്തിലോ തള്ളിക്കളയത്തില്ല. Not on the second attempt. വീണ്ടും വീണ്ടും സന്ദർഭം തന്നിട്ട് He gives us chance after chance. ദൈവശക്തിയെയും അവന്റെ മഹത്വത്തെയും നാം വെറുതെ കാര്യമില്ലാതെ എടുത്താൽ, നമുക്ക് സ്ഥാനം കൊടുത്ത് നമ്മുടെ ജഡത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ലെങ്കിലും ദൈവശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു The power of God will live us if we keep glorifying the desires of our flesh in us. നഷ്ടപ്പെട്ടത് അവൻ അറിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It is written that he never knew that the power of God had അവൻ departed him. പഴയതുപോലെ കുലുക്കി നോക്കി എന്നൊക്കെയാ പറയുന്നത്. It says that he tried to shade things around him, see if he still had that strength, അവൻ 100% പരാജയപ്പെട്ടു പോയി. and he failed 100%. ഈ ശിഷ്യന്മാർ ഇവിടെ പരാജയപ്പെട്ടതുപോലെ ശിംശോൻ വലിയ ശക്തനായ മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ ജഡസ്നേഹം കൊണ്ട് പരാജയപ്പെട്ടു പോയി, കംപ്ലീറ്റ് പരാജയപ്പെട്ടു. Likewise, the disciples has failed in the Old Testament. Samson has failed. ശക്തി പോയിട്ടും അവനെ തിരിച്ചറിഞ്ഞില്ല. Even though the power of God has left Samson, he did not even realize. അത് തന്നെയാണോ ഇന്ന് നമുക്കും Is സംഭവിച്ചിരിക്കുന്നത്? that what is happening to us today? നാം കേവലം മനുഷ്യരായി തരം താണുപോയോ? Have we become such perverse generation? നാം കേവലം മനുഷ്യരായി തീർന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് ഒരു ഗുണവുമില്ല. If we become a perverse generation, there's nothing good expected from us. ശിംശോൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. Samson, a little while later, came back. പക്ഷേ അവൻ പോയതുപോലെ അല്ല മടങ്ങി വന്നത്. But he did not come back as the one that left. അവന്റെ കണ്ണില്ലാതെയാണ് മടങ്ങി വന്നത്. He came without his eyes. അതിന്റെ അവൻ ചെയ്തതിന്റെ ഫലം അവൻ അവിടെ തന്നെ അനുഭവിക്കുകയാണ്. He paid a price for the acts that he did. എന്നാൽ നമുക്ക് ഇന്ന് കരുണയുള്ളത് കൊണ്ട് കർത്താവ് നമ്മുടെ കണ്ണുകളോ നമ്മുടെ ഒന്നും എടുത്തു കളയുന്നില്ല. Because we have grace today, God's not going to take our eyes away. സ്വകാര്യമായി നമ്മുടെ പ്രശ്നം അവന്റെ മുൻപിൽ കൊണ്ടുചെന്നാൽ, If you secretly take our issues
to God. അവൻ നമ്മളോട് പറയും നമ്മുടെ പ്രശ്നം എന്താണെന്ന്. He will tell us what our problem അത് is. പ്രാർത്ഥനയുടെ കുറവാണെങ്കിൽ, If that is lack of prayer, ഉപവാസത്തിന്റെ കുറവാണെങ്കിൽ, if that is lack of fasting, നമ്മളെ തന്നെ ഉയർത്തുന്നതിന്റെ കുഴപ്പമാണെങ്കിൽ, if that is bringing ourselves up, വിശ്വാസത്തിന്റെ കുഴപ്പമാണെങ്കിൽ, if that is lack of faith, അവൻ നമ്മളോട് തീർച്ചയായും സംസാരിക്കും. He will speak to us very clearly. സഭയ്ക്ക് ഒരു മടങ്ങിവരവിന്റെ ആവശ്യമുണ്ട്. It is time for a church to come back. സഭ ലോകസ്നേഹിയായി പോയി. Church is desiring all the earthly desires. ആയതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അവന് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. Therefore, the church is unable to see the work of God. ആയതുകൊണ്ട് കർത്താവ് ചിലപ്പോൾ അല്പസമയം വെളിയിൽ നിൽക്കുകയായിരിക്കാം. So sometimes He might be standing outside the church. നാം പരാജയപ്പെടുന്നത് ദൈവത്തിന് സന്തോഷമല്ല. God does not take joy in seeing us അതിൽ fail. കർത്താവ് ഒരിക്കലും ഡിലൈറ്റ് ചെയ്യയില്ല. God never takes delight in our failure. അവൻ മടങ്ങി വരും. He will come back. അവൻ വന്നാൽ നാം വിജയിക്കും. If He comes back, we will win. അവന്റെ സാന്നിധ്യം വരുമ്പോൾ ആദ്യം വിജയമാണ് സാധിച്ചത്. When His presence comes upon us, the first thing is victory. ഇന്ന് പകൽക്കാലവും ദൈവം മടങ്ങി വന്നാൽ, If God comes back, നമ്മുടെ ഇടയിലേക്ക് വന്നാൽ, if He comes into our midst, ദൈവ സാന്നിധ്യം വെളിപ്പെടും. the power of God will be revealed. ദൈവശക്തി വെളിപ്പെടും. The power of God will be നമ്മുടെ revealed. അപമാനം മാറും. Our scorn will be removed. നമ്മെ ആക്കിയ സ്ഥാനത്ത് നമുക്ക് വിശ്വസ്തരായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ പരാജയത്തെ കണ്ട് നമുക്ക് ഉണരാം. Let us be faithful and see our failure that is in us and move forward. നമുക്ക് ഓരോരുത്തർക്കും രഹസ്യമായി കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാം. Each one of us can secretly approach God. കർത്താവേ, ഞാൻ പരാജയപ്പെട്ടതിന്റെ കാരണം എന്താണ്? Lord, what is the reason why I ഞാൻ failed? അപമാനിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? What is the reason why I'm being despised? ഞങ്ങൾക്കൊരു വിടുതൽ വേണം കർത്താവേ. Why I need a miracle, God? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം I need കർത്താവേ. a deliverance, God. അതിനെന്നെ ഉപയോഗിക്കണമേ കർത്താവേ. Use me for that, Jesus. ശിഷ്യന്മാരെ ഉപയോഗിച്ച ദൈവം The same God that used the disciples നമ്മളെയും ഉപയോഗിക്കും. will use us also. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. പ്രിയ കർത്താവേ, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇന്ന് പോൽക്കാലം ഞങ്ങൾ നിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. ദൈവമേ, നീ ജീവിച്ച കാലഘട്ടത്തിൽ പോലും വളരെ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാർ നീ പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിപ്പോയി. വലിയ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചിന്താഗതി കൂടി ഈ ഭൂമിയിലത്തെ കൂടാരത്തെക്കുറിച്ചായിരുന്നു. പരാജയപ്പെട്ടവരായ ശിഷ്യന്മാരും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവരിൽ വലിയവരാരാണെന്നുള്ള ചിന്താഗതി അവരെ ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് അതിനെക്കുറിച്ചൊരു കുറ്റബോധമോ വിഷമോ അവർക്കുണ്ടായില്ല. ലോകം നിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ പ്രശ്നം എന്താണെന്ന് അവർ തന്നെ നിന്നോട് പറയുന്നത്. എങ്കിലും പിന്നാലെ അവർ മാനസാന്തരപ്പെട്ട് സ്വകാര്യമായി നിന്റെ അടുക്കൽ വന്ന് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതുപോലെ ഇന്നത്തെ സഭ പരാജയപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ കർത്താവെ, ഞങ്ങളോടൊക്കെയും കരുണ തോന്നുമാറാകണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചിട്ട് നീ ഞങ്ങളെ വലിയ ആൾക്കാരായി വലിയ പ്രവൃത്തിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുമ്പോൾ, നിങ്ങൾക്കെല്ലാം സാധ്യമാണ് വിശ്വാസത്തിൽ നിന്ന് നീ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ, അതിൻ്റെ ഒരു അംശമെങ്കിലും ഞങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ ഒന്നും സാധിക്കാതെ പരാജയപ്പെട്ട് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലോകസ്നേഹവും മറ്റും കുടികൊണ്ടിട്ട് ജഡസ്നേഹം ഞങ്ങളിൽ വർദ്ധിച്ചു വന്നിട്ട് നിനക്ക് മഹത്വം തരേണ്ട സ്ഥാനത്ത് മഹത്വം തരാതെ ഞങ്ങളൊരു പരാജിതരാണെന്ന് ഏറ്റുപറയുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമേ. നീ ഞങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ഞങ്ങൾ അവരെ പോലെ ഉറങ്ങുന്നവരായി തീരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊന്ന് ഉണരുവാൻ, ഞങ്ങളുടെ തലകൾ ഉയർത്തുവാൻ, ഞങ്ങളുടെ കർത്താവിന് അപമാനം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തണമേ. രോഗത്തിന് വിടുതൽ തരുമാറാകണമേ. ഞങ്ങളോട് കനിവ് തോന്നുമാറാകണമേ. ഇതിനെ ശാസിക്കുമാറാകണമേ. ഞങ്ങൾക്കൊരു വിടുതൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരാജയപ്പെട്ടു പോയി കർത്താവേ, അത് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കൂടെ നീ വീണ്ടും മഹത്വം എടുക്കുമാറാകണമേ. നിന്റെ നാമത്തിന് ഞങ്ങൾ അപമാനമായി തീർന്നു പോയി കർത്താവേ. ലോകത്തിന് മുൻപിൽ ഞങ്ങള് കർത്താവെ ചപ്പും ചവറും പോലെ സാധാരണക്കാരായി തീർന്നു പോയി കർത്താവേ, അത് ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അടിയനെ കേട്ടതിൻ്റെ ജനത്തെ സഹായിക്കണമേ. ഞങ്ങളൊരു വിടുതലും വിജയവും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിഷ്ടമുള്ള സമയം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. രോഗികളായി ക്ഷീണിതരായി ഭാരപ്പെടുന്നവർക്കായി സ്തോത്രം. ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ജീവിതത്തിന് ബുദ്ധിമുട്ടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് നിലയിലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമാറാകണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ഈ രാജ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പുതിയ ശക്തിയും പുതിയ കൃപാവരവും പുതിയ അനുഗ്രഹവും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ ഭൗതീകരിച്ചത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗ കൂട്ടായ്മയും നമ്മളോടും നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോടും ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.
ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ഓൺലൈനിൽ കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആയിരിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.